സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ സംസ്ഥാന സർക്കാർ വലിയ മാറ്റം വരുത്തി. ജനറൽ വിഭാഗത്തിന് ഇനി 40 വയസ്സ് വരെ അപേക്ഷിക്കാം. മുൻപ് ഇത് 36 ആയിരുന്നു. SC/ST വിഭാഗക്കാർക്ക് ഇത് 45 വയസ്സായി ഉയർത്തി. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ സർക്കാരിന് സർവേ നടപടികളുമായി മുൻപോട്ട് പോകാം. വോട്ട് തട്ടാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നൽകിയ ഹർജിയിലാണ് നേരത്തെ ഹൈക്കോടതി സർവേ തടഞ്ഞത്. കേരളത്തിൽ ജനിച്ചവർക്കും കേരളത്തിൽ വേരുകളുള്ളവർക്കും പ്രത്യേക നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനുള്ള ബിൽ നിയമസഭ പാസാക്കി. പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച ആശങ്കകൾക്ക് ഇതൊരു ആശ്വാസമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റെയിലിന് പകരമായി മെട്രോമാൻ ഇ ശ്രീധരൻ പുതിയ ഹൈസ്പീഡ് റെയിൽ പ്ലാൻ സമർപ്പിച്ചു. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളെയും വയനാട് തുരങ്കപാതയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് അവതരിപ്പിച്ചത്. 2000 പേർക്ക് വീട് വെച്ച് നൽകുമെന്നും എല്ലാ വാർഡിലും പകുതി വിലയ്ക്ക് മരുന്ന് നൽകുന്ന അമൃത് ഫാർമസികൾ തുടങ്ങുമെന്നും പ്രഖ്യാപനം. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി അത്യാധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളും ശുചിത്വ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയുള്ള സ്മാർട്ട് സിറ്റി പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനും നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും തുക വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ളം ലഭ്യത ഉറപ്പാക്കൽ, തെരുവ് വിളക്കുകളുടെ പരിപാലനം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികൾ എന്നിവയും ബജറ്റിന്റെ ഭാഗമാണ്. കേരള സ്റ്റോറി 2 ടീസർ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകി സൺഷൈൻ പിക്ചേഴ്സ്. സിനിമ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സിനിമ കാണുമെന്നും ഹൈക്കോടതി.